വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് 24 സ്റ്റഡി എബ്രോഡ് സംഘടിപ്പിക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസുകൾ വിവിധ ജില്ലകളിലായി തുടരുകയാണ്. വിദേശ പഠനത്തിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന വിധമാണ് ക്ലാസുകൾ ക്രമീകരിച്ചത്. 18,000 രൂപ ഫീസ് വരുന്ന IELTS, PTE കോഴ്സുകളാണ് 24 സൗജന്യമായി നൽകുന്നത്. കോട്ടയം വൈക്കം മടിയത്തറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന 24 സ്റ്റഡി എബ്രോഡ് ക്ലാസ് സ്കൂൾ പ്രിൻസിപ്പൽ ജ്യോതിമോൾ ജി ഉദ്ഘാടനം ചെയ്തു. റിസോഴ്സ് പേഴ്സൺ തസ്മി മൈൻ ക്ലാസ് എടുത്തു. വൈക്കം താലൂക്ക് കോർഡിനേറ്റർ സുമേഷ് ചെമ്പ് നേതൃത്വം നൽകി. കൊല്ലം വെള്ളിമൺ VHSSൽ നടന്ന ക്ലാസിൽ സ്കൂൾ മാനേജർ അനു എസ് നായർ, NSS കോർഡിനേറ്റർ മറിയാമ്മ എന്നിവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ശ്രീഹരി ക്ലാസ് നയിച്ചു. കൊല്ലം താലൂക്ക് കോർഡിനേറ്റർ R ജയകൃഷ്ണൻ, അധ്യാപിക ദേവിലക്ഷ്മി VS, ഇന്ദുചൂടൻ, കൃഷ്ണജ MG, സോണി എന്നിവർ പങ്കെടുത്തു. എറണാകുളം കലൂർ ACS ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ കോർഡിനേറ്റർ ബീന ജഗദീശന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടന്നു. പ്രിൻസിപ്പൽ രാജലക്ഷ്മി MR, അധ്യാപിക ആശ എന്നിവർ പങ്കെടുത്തു. മോട്ടിവേഷൻ ട്രെയിനർ ഡോക്ടർ ജോസഫാണ് ക്ലാസ് നയിച്ചത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ് മോട്ടിവേഷൻ ട്രെയിനർ ഡോക്ടർ ജോസഫ് നയിച്ചു. കോർഡിനേറ്റർ ബീന ജഗദീശൻ, പ്രിൻസിപ്പൽ ബെൽഫി സെബാസ്റ്റ്യൻ, അധ്യാപകരായ മോളി, ഇന്ദു, സോണിയ, ജെറിമോൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ഇരിങ്ങാലക്കുട മുകുന്ദപുരം പബ്ലിക് സ്കൂളിൽ സ്റ്റഡി എബ്രോഡ് സെമിനാർ കോർഡിനേറ്റർ ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ നടന്നു. പ്രിൻസിപ്പൽ ജിജി കൃഷ്ണ, വൈസ് പ്രിൻസിപ്പൽ ആശ വർഗീസ് എന്നിവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ സിബിൻ ഗിരിജ ക്ലാസുകൾ നയിച്ചു. കോഴിക്കോട് താമരശ്ശേരി കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ക്ലാസ് കോളേജ് പ്രിൻസിപ്പൽ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. കരിയർ ഗൈഡൻസ് ഇൻചാർജ് അബ്ദുൽ ഗഫൂർ PK, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അനിൽകുമാർ PP എന്നിവർ വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. സ്റ്റഡി എബ്രോഡ് താലൂക്ക് കോർഡിനേറ്റർ സുമേഷ് KM നേതൃത്വം നൽകി. കോഴിക്കോട് താമരശ്ശേരി കാരന്തൂർ മർക്കസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ക്ലാസിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് സാലിഖ് O, അക്കാദമിക് കോർഡിനേറ്റർ പ്രിയാത്ത, ഡോക്ടർ PM രാഘവൻ എന്നിവർ പങ്കെടുത്തു. മോട്ടിവേഷൻ ട്രെയിനർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ അർജുൻ ക്ലാസ് നയിച്ചു. താലൂക്ക് കോർഡിനേറ്റർ സുമേഷ് KM നേതൃത്വം നൽകി. കോഴിക്കോട് താമരശ്ശേരി കാരന്തൂർ മർക്കസ് ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിൽ നടന്ന ക്ലാസ് സ്കൂൾ പ്രിൻസിപ്പൽ M മൂസാക്കോയ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് കോർഡിനേറ്റർ അബൂബക്കർ സിദ്ദിഖ് കൈത്താവളപ്പിൽ, ഡോക്ടർ ഷംസുദ്ദീൻ, ഡോക്ടർ ലത്തീഫ് പൂനൂർ, ഡോക്ടർ മുഹമ്മദ് അലി മാടായി, KV ജ്യോതിഷ് എന്നിവർ പങ്കെടുത്തു. മോട്ടിവേഷൻ ട്രെയിനറും അസിസ്റ്റന്റ് പ്രൊഫസറുമായ അർജുൻ ക്ലാസ് നയിച്ചു. താലൂക്ക് കോർഡിനേറ്റർ സുമേഷ് KM നേതൃത്വം നൽകി. കാസർഗോഡ് ഹോസ്ദുർ ഗ്രാംനഗർ HSSൽ നടന്ന ക്ലാസിൽ അബിറാം, താലൂക്ക് കോർഡിനേറ്റർ PV ഉദയകുമാർ, അധ്യാപിക നിഷിത തുടങ്ങിയവർ സംസാരിച്ചു. റിസോഴ്സ് പേഴ്സൺ മധുകുമാർ P ക്ലാസ് നയിച്ചു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സെന്റ് പയസ് ടെൻസ് കോളേജിൽ നടന്ന സെമിനാർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബിജു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ നിഖിൽ മോഹൻ, സീനിയർ പ്രൊഫസർ തോമസ് സക്കറി എന്നിവർ സംസാരിച്ചു. റിസോഴ്സ് പേഴ്സൺ നിർമ്മൽ കുമാർ കാടകം ക്ലാസ് നയിച്ചു. 24 സ്റ്റഡി എബ്രോഡ് ജില്ലാ കോർഡിനേറ്റർ KV സജീവ് കുമാർ, താലൂക്ക് കോർഡിനേറ്റർ പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് മലമ്പുഴ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ നടന്ന സെമിനാറിൽ കൊമേഴ്സ് വിഭാഗം മേധാവി സിനിത, പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ രാഖി വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. പാലക്കാട് താലൂക്ക് കോർഡിനേറ്റർ സിന്ധു ക്ലാസിന് നേതൃത്വം നൽകി. പാലക്കാട് ആലത്തൂർ GHSS പെരിങ്ങോട്ടുകുറിച്ചിയിൽ നടന്ന സെമിനാറിൽ കുമാരൻ, സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ റസാഖ്, താലൂക്ക് കോർഡിനേറ്റർ സുനിത R എന്നിവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ വിദ്യാ സുരേന്ദ്രൻ ക്ലാസ് നയിച്ചു. പാലക്കാട് ആലത്തൂർ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് കോട്ടായിൽ നടന്ന സെമിനാറിൽ കോളേജ് പ്രിൻസിപ്പൽ നിമിഷ, അധ്യാപകരായ സിദ്ദിഖ്, ലേഖ, റിഞ്ചു, ഗ്രീഷ്മ എന്നിവർ പങ്കെടുത്തു. റിസോഴ്സ് പേഴ്സൺ വിദ്യാ സുരേന്ദ്രൻ ക്ലാസ് നയിച്ചു. താലൂക്ക് കോർഡിനേറ്റർ സുനിത R നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24.